എന്താ ശ്രുതിയോ? അല്ല, അത് എങ്ങനെയാ? നിങ്ങള് ഇഷ്ടത്തിലല്ലായിരുന്നോ? ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ അവളുടെ വീട്ടിലെ ജസ്റ്റിനായിട്ടുള്ള കല്യാണം ആദ്യമേ ഉറപ്പിച്ചു വെച്ചിരുന്നതാ. പക്ഷെ ജസ്റ്റിന് അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്താതിരുന്നതാ. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം അവരത് നടത്തി. പിന്നെ അവൾ പ്രഗ്നന്റ് ആയി എന്നൊക്കെ ഞാൻ അറിയുന്നത്. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നീട് ഇവരുടെ ലവ് സ്റ്റോറി കേൾക്കുന്നതിനിടയ്ക്ക് നമ്മൾ ചോദിച്ചില്ല ശ്രുതിയുടെ കാര്യം എന്തായെന്ന്. അല്ല, എന്നിട്ട് പിന്നെ നിങ്ങൾ തിരിച്ചു വന്നിട്ട് ഓസ്ലറിന്റെ കാര്യം എന്തായി? പിന്നീടെന്താ, അവനെ ഞാൻ അവന്റെ വീട്ടിലേക്ക് വിട്ടിട്ടില്ല ഒരിക്കലും. കാരണം അത് ഞാൻ തന്നെ എടുത്ത തീരുമാനമായിരുന്നു. ഇനി ഒരിക്കലും അവനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അവനെ അവന്റെ വീട്ടിലേക്ക് ഞാൻ വിടില്ല എന്ന്. പിന്നെ അവനെ ഡിപ്രഷനിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാ അവനൊന്ന് ഓക്കെ ആയി വന്നത്. പിന്നെ അവനെ ഞാൻ അപ്പോഴേക്കും എനിക്ക് ജോലിയായി. പിന്നെ ഞാൻ അവനെ പഠിപ്പിച്ചു എൻ്റെ പൈസ കൊണ്ട്. ഞാൻ ഒരിക്കലും അവൻ അവൻ്റെ വീട്ടിലേക്ക് വിട്ടിട്ടില്ല. ഹോബി, അവനിത് ആരോടും പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളല്ല അവന്റെ പാസ്റ്റ്. പക്ഷെ ഇതൊക്കെ നീ അറിയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എടാ, അവന് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒന്നാമത്തെ റീസൺ, അവന് നിന്നോട് ഒരു താല്പര്യമില്ല. അവനൊരു ഗേ ആണ്. രണ്ടാമത്തെ കാര്യം, അവന്റെ മനസ്സ് അവൻ അന്നേ ജിതിന് കൊടുത്തതാണ്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ഇനിയെങ്കിലും നീ അവന്റെ പുറകെ നടക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുക. പ്ലീസ്, ഇനിയെങ്കിലും നീ അവനെ വെറുതെ വിടണം. വിക്കി, നീ എവിടെയാ? ഞാൻ എന്താ വീടെത്തിട്ടാ. ഇന്ന് കുറച്ച് ലേറ്റായി. ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. നീ നേരത്തെ വരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഡോക്ടർ, അവനിപ്പോ എങ്ങനെയുണ്ട്? ഐ എം റിയലി സോറി. വിക്ടറിനെ ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല. വിക്ടറിന് ഇതിപ്പോ 4th സ്റ്റേജ് ഓഫ് ക്യാൻസർ ആണ്. നിങ്ങൾക്കറിയില്ലായിരുന്നോ? വിക്ടറിനോട് ഞങ്ങളൊരു 100 പ്രാവശ്യം പറഞ്ഞതായിരുന്നു നേരത്തെ വന്ന് അഡ്മിറ്റ് ആവാൻ. അപ്പോഴൊന്നും അയാളത് കേട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഐ എം റിയലി സോറി. അവനെ രക്ഷിക്കാനായില്ല. എന്താ ഡോക്ടർ പറയുന്നത്? അവന് ക്യാൻസറോ? അവൻ ഇന്ന് രാവിലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നും കൂടി അവൻ കോളേജിൽ വന്നതല്ലേ. അവന് ഡോക്ടർ, ഇത് ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളുടെ ഇമോഷൻ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. അയാൾ മരിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന് സമ്മതിക്കാനും പോകുന്നില്ല. എന്റെ വീ കൂടെ ജീവിച്ചിരുന്നപ്പോ കാണാൻ വരാത്തവരോ മരിച്ചു കഴിഞ്ഞാൽ കാണാൻ വരണ്ട. എന്റെ പൊന്നു മോനല്ലേ, അമ്മ പറയുന്ന ഒന്ന് കേക്കടാ. എടാ, അവർക്കും ഇല്ലേ അവൻ മരിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് കാണാൻ വരണമെന്ന്. ഒന്നുമില്ലെങ്കിൽ അവനെ പെറ്റവന്റെ അമ്മയല്ലേ. എടാ മോനെ, നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എടാ, നീ ഒന്ന് അവരെ വിളിച്ച് പറ. അവൻ മരിച്ചിട്ട് അവന്റെ വീട്ടുകാരെ ഒന്നും അറിയിച്ചില്ലെന്ന് പോലും പറഞ്ഞാല് നീ ഒന്ന് വിളിക്ക്. മോൻ അച്ഛൻ പറയുന്ന കേക്ക്. ഓഹോ, അപ്പൊ അച്ഛനും അവരുടെ സൈഡാണല്ലേ? മതി, എടി ഒന്നും കേൾക്കണ്ട. എന്റെ വിക്കി ജീവിച്ചിരുന്നപ്പോ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടവരവര്. ഇവ മരിച്ചവരെ ഞാൻ അവരെ അറിയിക്കില്ല. അങ്ങനെ ഇപ്പൊ അവര് കാണണ്ട എന്റെ വിക്കീനെ. നീ പോവല്ലേ, നിക്ക്. എടി, അവനങ്ങനെ പലതും പറയും. നീ അവരുടെ വീട്ടിൽ വിളിച്ച് കാര്യം പറ. സ്വന്തം മോൻ മരിച്ചിട്ട് ഒന്ന് കാണാൻ പോലുള്ള അവകാശം അവർക്കില്ലേ? എങ്ങോട്ടേക്കാ? നിങ്ങൾക്ക് അവനെ ജീവിച്ചിരുന്നപ്പോ കൊന്നതൊന്നും പോരെ. എന്നിട്ട് അവൻ മരിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും വന്നിരിക്കുകയാണോ? ഇനി എന്തിനാ? അവൻ മരിച്ചില്ല, ഇനിയെങ്കിലും അവനൊന്നും നിങ്ങക്ക് വെറുതെ വിട്ടൂടെ? എടാ മോനെ, നീ പറയുന്ന കേക്ക്, മിണ്ടാതിരിക്കെ. എടാ, അവനൊന്ന് കണ്ടോട്ടവര്. അമ്മ വേണ്ട, അമ്മ കൂടുതലൊന്നും പറയണ്ട. എന്റെ വിക്കി ജീവിച്ചിരുന്നപ്പോ അവനെ കൊല്ലാതെ കൊന്നവരവര്. ഇവരെ ഞാൻ അവന്റെ ബോഡി കാണാൻ പോലും സമ്മതിക്കില്ല. ഹലോ, ഇത് ജസ്റ്റിൻ അല്ലേ? അതെ, ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ ജിമിനാ. അറിയോ? ജിമിനെ, പറയടാ, എന്തൊക്കെയുണ്ട്? എടാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അത് പിന്നെ നമ്മുടെ വിക്ടർ
ആ വിക്ടർ, അവനെന്താ? എടാ അവൻ പോയി. അവസാനമായിട്ട് നിന്നെ കാണിക്കണമെന്നുണ്ട്. നീ വരോ? എടാ നീ എന്തൊക്കെയാ പറയുന്നത്? എടാ സത്യമാടാ, പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടാ എനിക്ക് ഇവിടുന്ന് ഇപ്പം വരാൻ പറ്റില്ല. ഞാനിപ്പം ഓസ്ട്രേലിയയിലാണ്, ഒരു ബിസിനസ് മീറ്റിംഗ്. എടാ ഇത് എമർജൻസി ആയി പോയി. ആടാ അത് പ്രശ്നമില്ല, ഞാനിന്ന് നിന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ആ ഫ്യൂണറൽ, ഇന്ന് ഈവനിങ് ബോഡി സംസ്കരിക്കും. സോ ശരി, എന്നാൽ നീ സമയം കിട്ടുമ്പം ഒന്നിറങ്ങുക. മാഡം, മേ ഐ കം ഇൻ? ഐ എം സോറി മാഡം, എനിക്കിനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ആ ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല സർ. ഐ എം സോറി, ഞാൻ റിസൈൻ ചെയ്യണം. എനിക്കിനി കുറച്ച് നാളെ നാട്ടിൽ പോയി നിന്നാൽ കൊള്ളാമെന്നുണ്ട്. എടോ താൻ എന്താ പറയുന്നേ? എടോ താനല്ലെങ്കിൽ പിന്നെ ആരാ? എടോ ഇവിടെ ആകെ ഉണ്ടായിരുന്ന 2 മാത്സ് പ്രോസസ്സ്, ഒന്ന് താനും ഒന്ന് വിക്ടറുമാണ്. അപ്പോൾ താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? ഐ എം എക്സ്ട്രീംലി സോറി മാഡം, പക്ഷെ എന്നെ കൊണ്ടിത് പറ്റില്ല. ഐ എം റിയലി സോറി. ഇതിപ്പാരാ? ശ്രുതി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ ജസ്റ്റിൻ്റെ കൂടെ വന്നതാ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്നോട്. നീ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, നമ്മൾ ജസ്റ്റിൻ്റെ ഒക്കെ ഫൈനൽ എക്സാമിൻ്റെ 1 മാസം മുമ്പ് ട്രിപ്പ് പോയില്ലായിരുന്നു? അന്ന് നടന്നതൊക്കെ ഇത് നിൻ്റെ മോനാ, ജസ്റ്റിനല്ല. നീ കല്യാണത്തിന് വന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോഴെനിക്ക് നിന്നോട് വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണ്. കല്യാണം കഴിച്ച് 1 മാസം കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോഴേ ഞാൻ ജസ്റ്റിനോട് കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ചേട്ടനാ പറഞ്ഞത്, ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണ്ട, ഈ കുഞ്ഞിനെ നമുക്ക് വളർത്താമെന്ന്. അതിനുശേഷം നിനക്ക് നിൻ്റെ ആളുടെ അടുത്തേക്കും എനിക്ക് എൻ്റെ ആളുടെ അടുത്തേക്കും പോവാമെന്ന് അങ്ങനെ തീരുമാനിച്ച് വെച്ചപ്പോഴായിരുന്നു. ഐ എം റിയലി സോറി ശ്രുതി, ഐ എം റിയലി സോറി. ഞാൻ അറിഞ്ഞില്ലടാ, പ്ലീസ് എന്നോട് നീ ക്ഷമിക്ക്. നിനക്ക് ഒരു പ്രാവശ്യമെങ്കിലും എന്നോട് പറയായിരുന്നില്ല, ഞാൻ ആ കല്യാണം മുടക്കില്ലായിരുന്നു. ഹേ ഗായ്സ്, ഇപ്പൊ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ജിമിന്റെ ലവർ ശ്രുതിനെയും നമ്മുടെ ഓസ്ലറിന്റെ ലവറിനെയും ലൈവായിട്ട് കാണാൻ പറ്റും. വരുന്നവരൊക്കെ പെട്ടെന്ന് വാ. ഹലോ മൈ ഡിയർ ജൂനിയർ ചിമ്മിക്കുട്ട, ഇങ്ങ് പോയേ വാ, അവർ കുറച്ച് പ്രണയിച്ചോട്ടെ. ഇതായിരുന്നു അവരുടെ പ്രണയം, അപൂർവങ്ങളിൽ അപൂർവമായത്. വളരെ യാദൃശ്ചികമായി കണ്ടുമുട്ടിയവർ പിന്നീട് എപ്പോഴും ഒന്നിച്ചു. ഒരിക്കലും ഒന്നിക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയിട്ടും അവർ പരസ്പരം പ്രണയിച്ചു. ഒടുവിൽ ഒന്നിക്കുമെന്നൊരു സ്റ്റേജ് എത്തിയപ്പോൾ വിധി തന്നെ അവരെ രണ്ടാക്കി, ഒരിക്കലും ഒന്നിക്കാൻ സാധിക്കാത്ത വിധത്തിൽ. ദിസ് ഇസ് ലവ് ആൻഡ് ദിസ് ഇസ് ലൈഫ്, ഇൻകംപ്ലീറ്റ് ബട്ട് ബ്യൂട്ടിഫുൾ. താങ്ക്സ്.